IPLിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള ഫ്രാഞ്ചൈസികളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ് എന്നതിൽ ആർക്കും സംശയമില്ല. 5 പ്രാവശ്യം അവർ IPL ട്രോഫിയിൽ മുത്തമിട്ടു. ഇവയെല്ലാം രോഹിത് ശർമ്മയ്ക്ക് കീഴിലുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് സീസണുകൾ മുംബൈക്ക് അത്ര മികച്ചതായിരുന്നില്ല. പലപ്പോഴും പ്ലേ ഓഫ് പോലും കാണാതെയാണ് അവർ തകർച്ചയിലേക്ക് വീണത്. കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ സീസണിൽ 10ാം സ്ഥാനത്തേക്ക് വീണ ടീം വലിയ നാണക്കേടാണ് നേരിട്ടത്. ഇതിന്റെ പേരിൽ നായകൻ ഹർദിക് പാണ്ഡ്യ ഏറെ വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിട്ടിരുന്നു. ടീം എന്ന നിലയിലുള്ള ചില ദൗർബല്യങ്ങളും അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ മെഗാലയത്തിൽ ചില മികച്ച കളിക്കാരെ കൊണ്ടുവന്ന മുംബൈ വരാനിരിക്കുന്ന സീസണിൽ കൂടുതൽ കരുത്തുറ്റ ഒരു ടീമിനെയാണ് പ്രധാനമായും അണിനിരത്തുന്നത്. എന്നാൽ ചില വീക്ക്നെസ്സുകൾ കാരണം ഈ സീസണിലും അവർക്ക് പണി കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട്. മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ ദൗർബല്യമായി ചൂണ്ടിക്കാണിക്കാവുന്നത് പ്രധാനമായും മികച്ച ഒരു ഇന്ത്യൻ സ്പിന്നറുടെ അഭാവം എന്നതാണ്. ചഹൽ, അശ്വിൻ തുടങ്ങിയ മികച്ച സ്പിന്നർമാർ ലേലത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവരെ ആരെയും സ്വന്തമാക്കാൻ മുംബൈക്ക് കഴിഞ്ഞില്ല. അതിനു പകരം അനുഭവസമ്പത്ത് കുറഞ്ഞ കരൺ ശർമ്മയാണ് അവർ ടീമിലേക്ക് എത്തിച്ചത്. പുതിയ സീസണിൽ താരത്തെ എത്രത്തോളം മുംബൈക്ക് ആശ്രയിക്കാൻ സാധിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. IPL മത്സരങ്ങൾ നടക്കുന്ന ഭൂരിഭാഗം വേദികളും സ്പിന്നർമാരെ അകമഴിഞ്ഞ് തുണയ്ക്കുന്നതായിട്ടും അവരെ ടീമിലെത്തിക്കുന്ന കാര്യത്തിൽ വലിയ അലംഭാവമാണ് മുംബൈ പ്രധാനമായും കാണിച്ചത്. മുംബൈ ഇന്ത്യൻസിന്റെ രണ്ടാമത്തെ പ്രശ്നം മികച്ച ബാക്കപ്പ് ഓപ്ഷനുകളുടെ അഭാവമാണ്. അവരുടെ പ്ലേയിങ് 11 ശക്തമാണ്. എന്നാൽ ഇതിൽ 1-2 പേർക്ക് പരിക്കേൽക്കുകയോ തുടരെ ഫ്ലോപ്പപ്പ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ ബാക്കപ്പായി ടീമിലേക്ക് കൊണ്ടുവരാവുന്ന മികച്ച താരങ്ങളില്ലെന്നത് വലിയ തിരിച്ചടിയാണ്. മുൻനിര താരങ്ങളെ മാറ്റി നിർത്തിയാൽ മുംബൈ സ്ക്വാഡിനും ആഴം കുറവാണെന്ന് പറയാം. മുംബൈ ഇന്ത്യൻസിന്റെ മൂന്നാമത്തെ പ്രശ്നം എന്നത് പേസ് ബൗളിംഗിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ന്യൂസിലൻഡ് സൂപ്പർ താരം ട്രെന്റ് ബോൾട്ടിനെയും അമിതമായി ആശ്രയിക്കേണ്ടി വരുമെന്നതാണ്. രണ്ടുപേരും തന്നെ ലോകോത്തര ബൗളർമാരാണ്. പക്ഷെ ടൂർണമെന്റിലുടനീളം ഇരുവരും തന്നെ ടീമിന്റെ ബൗളിംഗ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കണമെന്നത് വളരെ റിസ്ക് ഉള്ള നീക്കമാണ്.